അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മുടെ മുനീറും റഹീമയും നമ്മുടെ റഹീമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി മുനീറിൻ്റെ വീട്ടിലെത്തി. യാതൊരു എത്തും പിടിയുമില്ല മുനീറിന് എന്ത് ചെയ്യുമെന്ന്. കാരണം വീട്ടിലാണെങ്കിൽ ഉമ്മയില്ല, ഉപ്പയില്ല, കുടുംബങ്ങളൊന്നുമില്ല. ഭാര്യയാണെങ്കിൽ ഗർഭിണിയാണ്. ഗർഭത്തിൻ്റെ ആദ്യ തുടക്കമാണ്. നന്നായി കെയർ ചെയ്യേണ്ട സമയമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യമായാലും മരുന്നിൻ്റെ കാര്യമായാലും ചെക്കപ്പിൻ്റെ കാര്യമായാലും നന്നായി കെയർ ചെയ്യേണ്ട ടൈമാണ്. സൂക്ഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. എന്നാൽ കയ്യിൽ സ്വന്തമായി ഒരു വരുമാനമോ ഒരു ജോലിയോ ഇല്ല. ആകെയുണ്ടായിരുന്ന ഒരു ജോലി, ഗൾഫിൽ പോയിരുന്ന ആ ജോലി റഹീമയുടെ ഉപ്പയുടെ പിടിവാശി കാരണം നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ അവരുടെ കടയിലുണ്ടായിരുന്ന ജോലിയും ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. എങ്ങനെ കുടുംബം പോറ്റും, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാലോചിച്ചിട്ട് അവനൊരു എത്തും പിടിയുമില്ല. വീടിൻ്റെ ഉമ്മറത്ത് എത്തിയപ്പോൾ തന്നെ നമ്മുടെ റഹീമക്ക് ബോധം പോകുന്നത് പോലെ തോന്നി. അവൾക്കറിയില്ലല്ലോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് അവസ്ഥ എന്ന്. അവളുടെ വിചാരം ഒന്നല്ലെങ്കിൽ മുനീറിൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ അവൻ്റെ പെങ്ങന്മാരോ എല്ലാം വീട്ടിലുണ്ടാവും, വീടും എല്ലാം വൃത്തിയായി നല്ല രീതിയിൽ ആയിരിക്കും എന്നെല്ലാം ആയിരുന്നു. എന്നാൽ അവിടെ വന്നപ്പോഴുള്ള അവസ്ഥ ആകെ കാടും പൊന്തയും മൂടിക്കിടക്കുന്ന ഒരു പ്രേതാലയം പോലെയാണ് മുനീറിൻ്റെ വീട് കണ്ടപ്പോൾ അവൾക്ക് തോന്നിയത്. അവൾ മുനീറിനോട് ചോദിച്ചു, മുനീർ, എന്താണ് ഈ കാണുന്നത്? എന്താ ഇവിടെ ആളും അനക്കവും ഒന്നുമില്ലേ? ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? എന്താ ഈ വീടിങ്ങനെ? ഇവിടെയാണോ ഇനി നമ്മൾ താമസിക്കാൻ പോകുന്നത് എന്നെല്ലാം അവൾ ചോദിച്ചു. മുനീർ പറഞ്ഞു, നീ കാരണമല്ലേ, നീയല്ലേ നിൻ്റെ വീട്ടിൽ എന്നെ പിടിച്ചു നിർത്തിയത്. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഇതിനു മുൻപ് തന്നെ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നത് ഇങ്ങോട്ടാണ്. ഉമ്മ എവിടെ പോയി എന്നറിയില്ല. ആരും ഇവിടെയില്ല. വീടാണെങ്കിൽ ഇതാണ് അവസ്ഥ. ഇനി ഇത് നേരാക്കിയെടുത്താൽ നമുക്ക് തലചായ്ക്കാം. എന്നാലും നമ്മുടെ ഉപജീവനത്തിന്, നമ്മുടെ ഭക്ഷണത്തിനും എന്തു ചെയ്യും എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എല്ലാം നിൻ്റെയും നിൻ്റെ ബാപ്പായുടെയും പിടിവാശി കൊണ്ടാണ്. ഇനി വരുന്നത് അനുഭവിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ ഗേറ്റിൻ്റെ താഴ് ഒരു കരിങ്കല്ല് കൊണ്ട് അടിച്ചു പൊട്ടിച്ച് രണ്ടുപേരും ഒരു വിധത്തിൽ അകത്തു കയറി. റഹീമയുടെ സകല പ്ലാനുകളും അവിടെ അവസാനിക്കുകയായിരുന്നു. അവൾക്ക് മനസ്സിലായി തങ്ങൾ പെരുവഴിയിലായ അവസ്ഥയാണ് എന്ന്. കാരണം മുനീറിനാണെങ്കിൽ ഒരു ജോലിയുമില്ല. പിന്നെ ഈ വീടെല്ലാം നന്നാക്കിയെടുക്കാൻ തന്നെ 3-4 ദിവസം പിടിക്കും. അത് എന്തായാലും മുനീറിനെ കൊണ്ട് ഒറ്റക്ക് കഴിയില്ല. താനും കൂടി ചേർന്നാൽ മാത്രമേ ഈ ഒരു വീട് ഒന്ന് താമസിക്കാനുള്ള കോലത്തിൽ ആക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിലും അവൾ വിചാരിച്ചു, എന്നാലും വേണ്ടില്ല, അങ്ങനെയെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ ഡോക്ടർ, ഈ വയറ്റിലുള്ള ഈ ഒരു കുരുത്തം കെട്ട പിശാച് ഒന്ന് പോയി കിട്ടുമല്ലോ. റെസ്റ്റ് എടുക്കാതെ മുനീറിൻ്റെ കൂടെ ജോലികളെല്ലാം ചെയ്യാം. എന്നാലും വേണ്ടില്ല, ഈ വയറ്റിലുള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി. അത് വന്നതോടുകൂടിയാണ് തങ്ങളുടെ കഷ്ടകാലം തുടങ്ങിയത് എന്നെല്ലാം റഹീമ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാലും മേലനങ്ങി ജോലി ചെയ്യുന്ന കാര്യം ആലോചിച്ചപ്പോൾ അവൾക്ക് ആകെ തല പെരുക്കുന്നത് പോലെ തോന്നി. അങ്ങനെ രണ്ടുപേരും പതിവ് പോലെ എന്നും വെക്കുന്ന സ്ഥാനത്ത് നിന്ന് ചാവി എന്തായാലും ഭാഗ്യത്തിന് മുൻഡോറിൻ്റെ ചാവി അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്നും ചാവി എടുത്ത് മുനീർ ഡോറ് തുറന്നു. വീട് തുറന്ന് അകത്തേക്ക് കയറിയതും രൂക്ഷഗന്ധവും മുഷിഞ്ഞ നാറ്റവും, ആകെ ഒരു ദുർഗന്ധം പോലെയായിരുന്നു വീടിൻ്റെ അകത്ത് മുഴുവൻ. കാരണം ഇത്രയും ദിവസം അതിനകത്ത്
ആരും ഉപയോഗിക്കാതെയും അതുപോലെ തന്നെ ഐഷുമ്മ പോയ ദിവസം അവർക്ക് തീരെ വയ്യാത്തത് കൊണ്ട് അടുക്കളയിലും അവർ പാചകം ചെയ്തതും അതുപോലെയുള്ള പച്ചക്കറികളുടെ വേസ്റ്റും അതുപോലെ ഭക്ഷണം കഴിച്ച വേസ്റ്റും എല്ലാം അവർ അതുപോലെ അവിടെ ഇട്ടിട്ടാണ് പോയിരുന്നത്. അതെല്ലാം ചീഞ്ഞളിഞ്ഞ് ആകെ പുഴുക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ ഇതിലും വലുത് വല്ല നരകത്തിലേക്കും പോയാൽ മതിയായിരുന്നു എന്ന ചിന്തയായിരുന്നു നമ്മുടെ റഹീമക്ക്. മുനീറിനും ആകെ തല പെരുക്കുന്നത് പോലെ തോന്നി. ഒന്നാമത് വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. കാരണം അവർ ഭക്ഷണം കഴിച്ചത് അവരുടെ വീട്ടിൽ നിന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ പോയി വന്നതിൻ്റെ ശേഷം തലേന്ന് രാത്രി കഴിച്ചതാണ്. രാവിലെ ആയപ്പോഴേക്കാണല്ലോ ഈ പുകിലെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് രാവിലെ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന എന്തെല്ലാമോ ചെറിയ ബ്രെഡും ജാമും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിക്കണമെങ്കിൽ നമ്മുടെ മുനീറിൻ്റെ കൈവശം പൈസയും ഒന്നുമില്ല. അവൻ ആകെ തനിക്ക് ഇങ്ങനെയൊരു കല്യാണം കഴിക്കാൻ തോന്നിയ ആ ഒരു നിമിഷത്തെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് അവൻ സ്വയം പഴിച്ചു. അങ്ങനെ അവിടെയെല്ലാം തപ്പി നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 3-4 മുട്ടയും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളും എല്ലാം ഉണ്ടായിരുന്നു. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം ഒരു ഓംലേറ്റും അതുപോലെ തന്നെ കുറച്ച് അരിയെടുത്ത് വേഗം തീമട്ട് ചോറും എല്ലാം ഉണ്ടാക്കി അത് വാരിക്കഴിച്ചു. റഹീമയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ഭക്ഷണം കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചിക്കനും മട്ടനും ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ഹോർലിക്സും ബൂസ്റ്റും ബീഫും തുടങ്ങി നല്ല ലക്ഷറി സ്റ്റൈലിലുള്ള ഭക്ഷണമല്ലേ ഇത്രയും കാലം അവൾ കഴിച്ചിരുന്നത്. എന്നിട്ട് പോലും വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ആ വെറും ചോറും ആ മുട്ട പൊരിച്ചതും അവൾക്ക് ഇത്രയും നാളും താൻ കഴിച്ച ഭക്ഷണത്തേക്കാൾ രുചിയായി തോന്നി. എന്തായാലും വിശപ്പ് ഒരുവിധം ശമിച്ചപ്പോൾ നമ്മുടെ മുനീർ പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെയെല്ലാം ഒന്ന് നേരാക്കിയെടുക്കാം. നമുക്ക് 2 പേർക്കും കൂടി ചെയ്യാം. നിനക്ക് ഇപ്പോൾ റെസ്റ്റ് വേണ്ട സമയമാണ്. പക്ഷേ എന്തു ചെയ്യാം, ഇവിടെയെല്ലാം നേരാക്കിയെടുക്കണമെങ്കിൽ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല. നമുക്ക് നീ ചെറുതായി എന്നെ സഹായിച്ചാൽ മതി. വലിയ ഭാരമുള്ള പണികളൊന്നും എടുക്കേണ്ട, കൂടുതൽ ഞാൻ ചെയ്തോളാം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റഹീമ പറഞ്ഞു, എന്തായാലും നമുക്ക് 2 പേർക്കും ചേർന്ന് ഇവിടെയെല്ലാം ശരിയാക്കിയെടുക്കാം എന്നും പറഞ്ഞു. അങ്ങനെ അവർ മാറാല തട്ടാനും പൊടികൾ തട്ടാനും അതുപോലെ തന്നെ അടിച്ചു വാരാനും തുണികളും എല്ലാം അടുക്കി പെറുക്കി വൃത്തിയാക്കാനും പാത്രങ്ങൾ കഴുകി വെക്കാനും അവിടെയുള്ള വേസ്റ്റുകളെല്ലാം കോരി പുറത്ത് കൊണ്ടുപോയിടാനും അങ്ങനെ ഓരോ പണികളായിട്ട് ആരംഭിച്ചു. കുറച്ച് പണികൾ ചെയ്തപ്പോഴേക്കും നമ്മുടെ റഹീമയും മുനീറും നന്നായി ക്ഷീണിച്ചു. റഹീമക്ക് പിന്നെ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. കാരണം അവൾക്ക് ഇങ്ങനെയുള്ള അതൊന്നും ജീവിതത്തിൽ അവൾ ആദ്യമായി കാണുകയാണ്. മുനീറിനും വലിയ ശീലമൊന്നുമില്ല. കാരണം അവൻക്കൊന്നും ഇതുപോലെയുള്ള പണികൾ ഒരിക്കലും ജീവിതത്തിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാലും ഇനി മറ്റാരും ചെയ്യാൻ ഇത് വരില്ലല്ലോ. അവരുടെയൊക്കെ വീട്ടിൽ സാധാരണ അവർ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ പുറത്തു നിന്ന് ആളുകളെ വരുത്തി ചെയ്യിച്ച് അവർക്ക് കൂലി കൊടുക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇതെല്ലാം സ്വയം ചെയ്യേണ്ടി വന്നപ്പോൾ അവർ ആകെ 2 പേരും ക്ഷീണിച്ചു. അവർ പറഞ്ഞു, ഒരുവിധമെല്ലാം തീർന്നു, ഇനി നമുക്ക് ബാക്കി നാളെ ചെയ്യാം. പുറത്തുള്ള പൊന്തയും കാടും ഒക്കെ നേരാക്കാനുണ്ട്, മുറ്റമെല്ലാം അടിച്ചു വാരണം, എല്ലാം കൂടി ഇന്ന് കഴിയില്ല, ബാക്കി നാളെ ചെയ്യാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് 2 പേരും തൽക്കാലം അന്നത്തെ ജോലികൾ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ നമ്മുടെ റഹീമയുടെ ഉപ്പാനെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഇനി തൽക്കാലം ഇന്ന് വൈകിട്ട് റൂമിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ 2 ദിവസം കൂടി റൂമിൽ നിന്ന ശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇനി വലിയ പ്രശ്നമൊന്നുമില്ല. ഓരോരുത്തർക്കായി കയറിക്കാണാം. എന്നാൽ കൂടി നിങ്ങൾ അദ്ദേഹത്തെ
വിഷമിപ്പിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഷോക്കിംഗ് ആവുന്ന കാര്യങ്ങളോ ഒന്നും പറയരുത്. തൽക്കാലം ഞാൻ കുറച്ച് മെഡിസിനുകൾ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി അത്ര വലിയ മെഡിസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നും പോയി. ഇതേ സമയം നമ്മുടെ റഹീമയുടെ ഉമ്മയും ആങ്ങളമാരും നാത്തൂന്മാരും എല്ലാം മുൻപോട്ടുള്ള കാര്യങ്ങൾ ഇനി എന്തു ചെയ്യും എന്നെല്ലാം ആലോചിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, എന്തായാലും റഹീമയുടെ ഉമ്മ പറഞ്ഞു, ഞാൻ ആദ്യം കയറിക്കാണാം. അതിൻ്റെ ശേഷം അവർ മൂത്ത മോനോട് പറഞ്ഞു, അതിൻ്റെ ശേഷം നീ പോയി കാണും. അങ്ങനെ നമ്മൾ ഓരോരുത്തരായി കാണണം. ഉപ്പ എന്ത് ചോദിച്ചാലും നമ്മളെല്ലാവരും ഒരേ മറുപടി പറയണം. ആരും മാറ്റി മാറ്റി പറയരുത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം വക്കീൽ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ അവർ ഓരോരുത്തരായി അദ്ദേഹത്തെ കയറി കാണാൻ തുടങ്ങി. നമ്മുടെ റഹീമയുടെ ഉമ്മ കയറിയപ്പോൾ നമ്മുടെ ബഷീർ മുതലാളി കണ്ണടച്ചിങ്ങനെ കിടക്കുകയായിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കൈമേൽ ഇങ്ങനെ പിടിച്ചു. ഇക്ക എന്ന് വിളിച്ചു. അദ്ദേഹം പതിയെ കണ്ണു തുറന്നു. അദ്ദേഹം ആദ്യം തന്നെ ചോദിച്ചത് മോളെവിടെ എന്നായിരുന്നു. അവളും മുനീറും വീട്ടിലുണ്ട്, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് അറിയേണ്ടത് അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം അദ്ദേഹം വിചാരിച്ച ഇതെല്ലാം കേട്ട് അവൾക്ക് വല്ലതും സംഭവിക്കുമോ, തനിക്ക് വരുന്ന ആദ്യത്തെ പേരക്കുഞ്ഞാണ്, അതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നെല്ലാമായിരുന്നു. ആ ഒരു ബേജാറ് കൊണ്ടായിരിക്കാം അദ്ദേഹം ചോദിച്ചു മോളെവിടെയെന്ന്. അപ്പോൾ റഹീമയുടെ അമ്മ പറഞ്ഞു, അവൾ വീട്ടിലുണ്ട്. അവളുടെ കൂടെ എന്താ, അവളുടെ ഭർത്താവില്ലേ, നമ്മുടെ മരുമകൻ. പിന്നെ എന്താ, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണ്ട എന്ന് അവളോട് പറഞ്ഞതാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തിക്കും തിരക്കും കാരണം അവൾക്കൊന്ന് കിടക്കാനോ ഒന്നിനും കഴിയില്ല, റെസ്റ്റ് എടുക്കാനോ ഒന്നിനും കഴിയില്ല. അതുകൊണ്ട് അവളോട് വരേണ്ട എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, പിന്നീട് ആരെങ്കിലും വിളിച്ചോ, എന്തായി കാര്യങ്ങൾ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ റഹീമയുടെ ഉമ്മ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അതെല്ലാം നമ്മുടെ വക്കീൽ നോക്കാമെന്ന് ഏറ്റിട്ടുണ്ട്, എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, അൽഹംദുലില്ലാ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നിങ്ങളുടെ അസുഖം പെട്ടെന്ന് ഭേദമായാൽ നമുക്ക് വീട്ടിൽ പോയാൽ എല്ലാം പഴയതുപോലെയാകും എന്നെല്ലാം പറഞ്ഞ് അവർ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ റഹീമയുടെ ഉമ്മ പുറത്തിറങ്ങിയപ്പോൾ മൂത്ത മകൻ കയറി, അതിൻ്റെ പിന്നാലെ മറ്റേ മകൻ കയറി, അങ്ങനെ ഓരോരുത്തരായി കയറി. ഓരോരുത്തർ കയറി ചെല്ലുമ്പോഴും അദ്ദേഹം എല്ലാവരോടും ഈ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയേണ്ടത് എല്ലാവരും ഒരേ മറുപടിയാണോ പറയുന്നത് എന്നായിരുന്നു. കാരണം തന്നെ സമാധാനിപ്പിക്കാൻ എല്ലാവരും കള്ളം പറയുകയാണോ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം ഓരോരുത്തരോടായി ഒരേ ചോദ്യങ്ങൾ തന്നെ ചോദിക്കുന്നത്. എന്നാൽ നമ്മുടെ റഹീമയുടെ ഉമ്മ ആദ്യം പുറത്തിറങ്ങിയപ്പോൾ തന്നെ തന്നോട് ചോദിച്ച കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ മറുപടിയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. കാരണം അതെല്ലാം പറയുന്നത് സത്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നാൻ വേണ്ടി എല്ലാവരും ഒരേ മറുപടി പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എല്ലാം ശരിയായിട്ടുണ്ടാവും, കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് നമ്മുടെ റഹീമയുടെ ഉപ്പ വിചാരിച്ചു. നമ്മുടെ റഹീമയുടെയും മുനീറിൻ്റെയും അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. റഹീമ മുനീറിനോട് ചോദിച്ചു, മുനീർ, സത്യത്തിൽ നിൻ്റെ ഉമ്മ എവിടെ പോയതാണ്, ഉമ്മാക്ക് എന്താണ് സംഭവിച്ചത്? നീ അന്ന് ഇവിടെ വന്നപ്പോൾ ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നോ, സത്യം പറ എന്ന് ചോദിച്ചു. മുനീർ പറഞ്ഞു, ഇല്ല, അന്ന് മുതലേ ഉമ്മ ഇവിടെയില്ല, ഉമ്മാനെ കണ്ടിട്ട് പോലുമില്ല, ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ വന്നപ്പോൾ ഉള്ളതേ അവസ്ഥ തന്നെയായിരുന്നു ഇവിടെ. അപ്പോൾ അവൾ ചോദിച്ചു, എന്നിട്ട് നീ എന്താണ് അതെന്നോട് പറയാതിരുന്നത്? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായെങ്കിലും എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു, എങ്ങോട്ട് വരുമായിരുന്നില്ല. അപ്പോൾ മുനീർ പറഞ്ഞു, അവിടെ നിന്നിട്ട് എന്താ, ഇവിടെയാണെങ്കിൽ ഒന്നുമല്ലെങ്കിൽ എൻ്റെ നാടല്ലേ, എനിക്ക് എന്തെങ്കിലും ജോലി അന്വേഷിക്കാനോ എന്തെങ്കിലും ഇവിടെ സാധിക്കും. നിൻ്റെ വീട്ടിൽ നിന്നിട്ട് എന്താ, എല്ലാവരും ഹോസ്പിറ്റലിൽ, നമ്മൾ അവിടെ പട്ടിണി കിടക്കാനോ? നീയാണെങ്കിൽ ഒന്നും ഇതുവരെ ഉണ്ടാക്കി നിനക്കും ശീലമില്ല, നിൻ്റെ വീട്ടിൽ എല്ലാം മറ്റുള്ളവർ ചെയ്ത് അത് കഴിക്കുന്ന ശീലമല്ലേ നിനക്ക്.
ഇവിടെ ഞാൻ ഉമ്മയും അതുപോലെ തന്നെ ഇവരൊക്കെ വീട്ടിലുള്ളവർ പുറത്തു പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒറ്റക്കാവുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കും. എനിക്ക് ആ ശീലമെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരാമെന്ന് പറഞ്ഞത്. എൻ്റെ നാടാവുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നാൽ എനിക്കെൻ്റെ സുഹൃത്തുക്കളും ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം. അവിടെ നിന്നിട്ട് എന്താ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല. എനിക്കാകെ ഉണ്ടായിരുന്നൊരു ജോലി നിൻ്റെയും നിൻ്റെ ഉപ്പാൻ്റെയും പിടിവാശി കൊണ്ട് നഷ്ടമായി. ഇനിയൊരു ജോലി കണ്ടെത്തണം. അല്ലാതെ എങ്ങനെ മുൻപോട്ട് പോകും? നിൻ്റെ പ്രസവം, അതുപോലെ തന്നെ നിൻ്റെ ചികിത്സ. പ്രസവ സമയത്ത് നിനക്ക് നല്ല ശ്രദ്ധ വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, ഈ ഗർഭകാലത്ത്. അപ്പോൾ അതിനെല്ലാം പൈസ വേണ്ടേ? നിനക്ക് എന്തെങ്കിലും നല്ല ഫുഡ് വാങ്ങിത്തരാനും മരുന്ന് വാങ്ങിത്തരാനും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും ശ്രദ്ധയില്ലെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇനിയും ഇങ്ങനെ പോയാൽ ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജോലി വേണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നെല്ലാം അവൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ റഹീമ പറഞ്ഞു, മുനീർ, എന്നാൽ ഒരു കാര്യം ചെയ്യ്, പത്രത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടാവും, നീ ഒന്ന് തിരഞ്ഞു നോക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, ഞാൻ കുറച്ച് സമയം കിടക്കട്ടെ, എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു, നീ പത്രമൊക്കെ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും റൂമിലേക്ക് കിടക്കാൻ പോയി. അങ്ങനെ അവൻ പത്രത്തിലിങ്ങനെ അരിച്ചു പെറുക്കിയിരുന്നു. അങ്ങനെ അരിച്ചു പെറുക്കി തിരയുന്നതിനിടയിൽ ഒരു വാർത്ത അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ഷെഫിനെ ആവശ്യമുണ്ട്. അവന് പരിചയമില്ലാത്ത ജോലിയാണ്. എന്നാലും കൂടി അവൻ വിചാരിച്ചു, അവിടെ ചെന്ന് പഠിക്കുമ്പോൾ എല്ലാം ചെയ്യുമ്പോൾ അനുശീലമായിക്കോളും. എല്ലാവരും ഇതിപ്പോൾ എന്ന് അറിഞ്ഞിട്ടല്ലല്ലോ. പിന്നെ കുറേയൊക്കെ യൂട്യൂബൊക്കെ നോക്കി പഠിക്കാം. എങ്ങനെയാണെങ്കിലും ഒന്ന് പോയി നോക്കാം. ഇനിയിപ്പോൾ ഷെഫിൻ്റെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അവിടെ വല്ല പാത്രം കഴുകാനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അത്രക്കും ദയനീയമാണ് തങ്ങളുടെ അവസ്ഥ. അതുകൊണ്ടൊന്ന് പോയി നോക്കാം എന്ന് തന്നെ അവൻ തീരുമാനിച്ചു. അവൻ റഹീമയോട് റൂമിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ റഹീമ പറഞ്ഞു, അയ്യേ, ഷെഫിൻ്റെ പണിയോ? ഇതിനാണോ നീ പോകുന്നത്? ഇതിനാണോ ഇത്രയും കഷ്ടപ്പെട്ട് നീ ഇപ്പോൾ ജോലി അന്വേഷിച്ച് നീ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഈ ഒരു ജോലിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മുനീർ പറഞ്ഞു, അല്ല, ഇനി നിനക്ക് മാനേജർ സ്ഥാനത്തേക്ക് വേണ്ടി വരും. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഇത് തന്നെ കിട്ടിയാൽ ഭാഗ്യം. അവിടേക്ക് ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടാവും. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞു. റഹീമക്കും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് മുനീർ തന്നെ ഇറക്കി വിടുമോ, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചിലപ്പോൾ തങ്ങൾ മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് തങ്ങളുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം ആലോചിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്തെങ്കിലും ചെയ്യ്, ജീവിക്കണ്ടേ. എനിക്ക് ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് ഞാനൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനൊന്ന് കിടക്കട്ടെ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ്, എന്നാൽ നീ പോയി അന്വേഷിച്ച് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റഹീമ അവളുടെ റൂമിൽ കയറി കിടന്നു. അങ്ങനെ നമ്മുടെ മുനീർ ആ വലിയ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മുൻപിലെത്തി. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അവൻക്ക് മനസ്സിലായി ആ ഒരു ഹോട്ടലിൻ്റെ അവസ്ഥ. 3 നിലകളിലായി വലിയ ഒരു ഹോട്ടൽ. അതുപോലെ തന്നെ മുന്നിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനായി പ്രത്യേക ഗാർഡൻ ഏരിയയും അതുപോലെ തന്നെ ഊഞ്ഞാലുകളും അങ്ങനെയുള്ള സംഭവങ്ങളും. നല്ല സെറ്റപ്പോട് കൂടിയ അടിപൊളി ഒരു ഹോട്ടൽ. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലായി താമസ സൗകര്യവും സ്വിമ്മിംഗ് പൂളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും തരക്കേടില്ല. ഇവിടെ ജോലി കിട്ടിയാൽ
താൻ രക്ഷപ്പെടും എന്ന് അവൻക്ക് തോന്നി. അങ്ങനെ അവൻ റിസപ്ഷനിൽ ചെന്ന് അന്വേഷിച്ചു. റിസപ്ഷനിൽ തന്നെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ചോദിച്ചു, എന്തു വേണം സാർ? അപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ ജോലി വേക്കൻസി ഉണ്ട് എന്ന് പത്രത്തിൽ കണ്ട് വന്നതാണ്, അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആ ശരി, നിങ്ങൾ അവിടെ നമ്മുടെ MDയുടെ റൂമുണ്ട്, അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. MDക്ക് നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് ഇഷ്ടപ്പെടുന്ന ആളുകളെ മാത്രമേ നമ്മുടെ സ്ഥാപനത്തിൽ ജോലിക്കെടുക്കൂ. അപ്പോൾ അവൻ പറഞ്ഞു, MD എങ്ങനെ, ആള് സ്ട്രോങ് ആണോ അതോ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, MD നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിലാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം. അതുകൊണ്ട് 3-4 MDമാരുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ ഒരു പെണ്ണായിട്ടുള്ള MDയാണ്, ലേഡി ആയിട്ടുള്ളത്. എല്ലാവരും നല്ല സ്വഭാവമാണ്, എന്നാലും ഇവരും നല്ല സ്വഭാവമാണ്, നന്നായിട്ട് പെരുമാറാൻ അറിയാം, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ചെന്ന് നോക്കൂ എന്നെല്ലാം പറഞ്ഞു. സാധാരണ നമ്മുടെ ഉസ്മാൻ ഹാജിയോ അല്ലെങ്കിൽ നൗഫലോ അല്ലെങ്കിൽ നമ്മുടെ ഫായിസോ അല്ലെങ്കിൽ സുമിയോ ആരെങ്കിലും ഒരാൾ MDയുടെ റൂമിൽ ഉണ്ടായിരിക്കും. കാരണം അവർ 4 പേര് ചേർന്നിട്ടാണല്ലോ ഈ ഒരു ഹോട്ടൽ നടക്കുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. നമ്മുടെ മുനീർ ജോലി അന്വേഷിച്ച് വന്നിരിക്കുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ സുമിയും അതുപോലെ തന്നെ ഫായിസുമെല്ലാം പുതുതായി തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഉസ്മാനിക്കയുടെ 5 സ്റ്റാർ ഹോട്ടലിലാണ്. അങ്ങനെ നമ്മുടെ മുനീർ MDയുടെ റൂമിൽ തട്ടി. മേ ഐ കമിൻ സർ? അകത്തു നിന്നും വളരെ സുന്ദരമായ ശബ്ദത്തോടു കൂടി യെസ് കമിൻ, അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. മുനീർ ഡോർ മെല്ലെ തള്ളി തുറന്ന് അകത്തു കയറി. ആ സമയം നമ്മുടെ സുമി അങ്ങോട്ട് തിരിഞ്ഞ് എന്തോ ഫയലിൽ തപ്പുകയായിരുന്നു. മുനീർ ഡോർ തട്ടി അകത്ത് വരട്ടെ എന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടവൾ അകത്ത് കടക്കാൻ സമ്മതം കൊടുത്തുകൊണ്ട് കറങ്ങുന്ന ചക്രക്കസേരയിൽ തിരിഞ്ഞ് ഇങ്ങനെ വന്നു. ഡോർ തുറന്ന് അകത്ത് കയറിയ മുനീർ ഈ കാഴ്ചയാണ് കണ്ടത്. ഒരു മാത്ര അവൻ ഞെട്ടിപ്പോയി. അത്ഭുതം കൊണ്ട് അവൻ്റെ കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി വന്നു. തൻ്റെ കണ്ണുകളെ അവൻക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ആദ്യ ഭാര്യ സുമയുടെ ഒരു ഛായ ഉണ്ടോ ഈ സ്ത്രീക്ക് എന്ന് അവൻക്ക് തോന്നി. കാരണം ഒരിക്കലും അത് തൻ്റെ ഭാര്യയാണെന്ന് അവന് തോന്നിയതേയില്ല. അത്രക്കും മാറിയിരിക്കുന്നു നമ്മുടെ സുമി. അവൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ജോലിയെല്ലാം ചെയ്ത് ആകെ എല്ലും തോരുമായിരുന്ന ആ ശരീരമൊന്നുമല്ല ഇപ്പോൾ. നന്നായി തടിച്ച് വെളുത്ത് ഉരുണ്ട് മുഖമൊക്കെ ഇങ്ങനെ റോസാപ്പൂ പോലെ ചുവന്ന് തുടുത്ത് അതിമനോഹരിയായ ഒരു പെണ്ണായി മാറിയിരിക്കുന്നു നമ്മുടെ സുമി. തട്ടമെല്ലാം ഇങ്ങനെ ചുറ്റിയിട്ട് ഭംഗിയുള്ള ഒരു ചുരിദാറുമിട്ട് MDയുടെ കസേരയിലിരിക്കുന്ന ആ പുതിയ രൂപത്തെ കണ്ട് തൻ്റെ പഴയ ഭാര്യയാണോ എന്ന് വിശ്വസിക്കാൻ നമ്മുടെ മുനീറിന് കഴിഞ്ഞില്ല. വിശ്വാസം വരാതെ ഇരിക്കാനാഞ്ഞ കസേരയിൽ നിന്നും നമ്മുടെ മുനീർ ചാടി എണീറ്റു. ഉറപ്പുവരുത്താനായി ഒരിക്കൽ കൂടി അവൻ MDയുടെ മുൻപിലുള്ള നെയിം ബോർഡിലേക്ക് നോക്കി. അതിൽ നോക്കി അവൻ പോലും അറിയാതെ അവൻ വായിച്ചു, സുമയ്യ, MD സുമയ്യ റഫീഖ്. അതോടുകൂടി അവൻക്ക് ബോധ്യമായി ഇത് താൻ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞ തൻ്റെ പഴയ ഭാര്യ തന്നെയാണ് എന്ന്. നമ്മുടെ സുമിയും ആകെ ഞെട്ടിത്തരിച്ച് ഇരിക്കുകയാണ്. ഇങ്ങനെയൊരു കൂടിക്കാഴ്ച സ്വപ്നത്തിൽ പോലും അവളും കരുതിയിരുന്നില്ല. അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
അവളുടെ കണ്ണിൽ അവനെ കാണുമ്പോൾ ആ പഴയ മുനീറൊന്നുമായിരുന്നില്ല അവൻ. ഗൾഫിൽ നിന്ന് വരുമ്പോൾ നല്ല അത്തറിൻ്റെ മണവും നല്ല മുന്തിയ വാച്ചും മുന്തിയ പാൻറ്റും ഷർട്ടും ഷൂമെല്ലാം ഇട്ട് ഒരു ചൊങ്കനായി നിന്നിരുന്ന തൻ്റെ മുനീറൊന്നുമല്ല ഇത്. ആകെ എല്ലും തോലുമായി, കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ ക്ഷീണവും, അതുപോലെ തന്നെ ഭക്ഷണം പോലും ശരിക്കും കഴിക്കാതെ വിശ്രമമില്ലാത്ത ജോലിയെല്ലാം ചെയ്ത് ആകെ തളർന്ന ഒരുവൻ്റെ ശരീരമായിരുന്നു അവൾക്കും കാണാൻ കഴിഞ്ഞിരുന്നത്. ആ ഒരു രൂപത്തിൽ കണ്ടപ്പോൾ അവൾക്ക് അറിയാതെ അവളുടെ കണ്ണ് നിറഞ്ഞു. കാരണം അത്രയധികം ഒരിക്കൽ അവൾ തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു. അവൻ തിരിച്ച് സ്നേഹിച്ചിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ കൂടി അത്രയധികം അവൾ സ്നേഹിച്ചിരുന്നു. എന്നാൽ കൂടി അവൾ ആ ഒരു കണ്ണ് അവൻ കാണാതെ തുടച്ചു കളഞ്ഞു. മുഖത്ത് ഒരു ഗൗരവഭാവം മുഖത്ത് വരുത്തി അവൾ ചോദിച്ചു, യെസ്, പറയൂ, എന്തു വേണം? അവളുടെ ഈ അറിയാത്ത മാതിരിയുള്ള ചോദ്യം കൂടി കേട്ടപ്പോൾ മുനീറിന് താൻ നിന്ന നിൽപ്പിൽ അവിടെ ഉരുകി വീഴുമെന്ന് തോന്നിപ്പോയി. എന്തായാലും പിന്നെ ഒരു നിമിഷം പോലും അവന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ ഡോർ വലിച്ചു തുറന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സുമിയും കുറച്ചു സമയം ചെയറിൽ അനങ്ങാതെ ഇരുന്നു പോയി. കാരണം അവൾക്കും ആ ഒരു കൂടിക്കാഴ്ച അത്രയും ഷോക്കായിരുന്നു. എങ്കിൽ കൂടി അവൾ മനസ്സിലുറപ്പിച്ചു, അതിപ്പോൾ തൻ്റെ ആരുമല്ല, ഏതോ ഒരാൾ ജോലി അന്വേഷിച്ചു വന്നു, അത്ര തന്നെ. ഇനി അയാളെ താൻ ഒരിക്കലും മനസ്സിൽ വിചാരിക്കരുത്. കാരണം തനിക്ക് ഇപ്പോൾ തൻ്റേതായിട്ടുള്ള ഒരു കുടുംബമുണ്ട്, പുതിയ ജീവിതമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ കാലങ്ങളെല്ലാം ആലോചിച്ച് സമയം കളയാനോ അതിൻ്റെ പേരിൽ ദുഃഖിക്കാനോ അതിൻ്റെ പേരിൽ ഖേദിക്കാനോ ഇനി തനിക്ക് സമയമില്ല. തനിക്ക് തന്നെ സ്നേഹിക്കുന്ന പുതിയ ആളുകൾക്ക് വേണ്ടി ജീവിക്കണം, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാതെ കഴിഞ്ഞു പോയ ഈ ഒരു കാലം ചികഞ്ഞ് തൻ്റെ സ്വസ്ഥത കൂടി നശിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ തൻ്റെ ജോലികളിലേക്ക് തിരിഞ്ഞു. എങ്കിൽ കൂടി അവൾ മനസ്സിൽ വിചാരിച്ചു, ഇങ്ങനെയൊരു അവസ്ഥ എങ്ങനെ മുനീറിന് വന്നു? ഇങ്ങനെയൊരു കോലത്തിൽ എങ്ങനെ അവൻ തൻ്റെ അടുക്കൽ ജോലി അന്വേഷിക്കേണ്ട അവസ്ഥ വന്നു? എന്തായാലും അതെല്ലാം പോട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച് അവൾ അവളുടേതായ ജോലികളിലേക്ക് മുഴുകി. അവിടെ നിന്നും കുത്തനെ ഇറങ്ങി വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇന്ന് മറ്റെവിടെയും പോവാനോ ജോലി അന്വേഷിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ. കാരണം ആ ഒരു സംഭവത്തോടു കൂടി തന്നെ അവൻക്ക് ജോലി അന്വേഷിക്കാനും അതുപോലെ തന്നെ എന്തിനുമുള്ള മൂഡ് പോയി. പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി, അവൻക്ക് ആകെ ക്ഷീണം തോന്നി, ഒന്ന് കിടന്നാൽ മതി. അവൾ സുമി ഈ ഒരു പൊസിഷനിൽ എത്തുമെന്നും ഇങ്ങനെയൊരു MD കസേരയിൽ ഇത്രയും വലിയ ഒരു ഹോട്ടലിൻ്റെ MD ആയിരിക്കുമെന്നോ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു. അവൻ മനസ്സിൽ വിചാരിച്ചു, എല്ലാം വിധിക്കുന്നവൻ അല്ലാഹു. പണക്കാരനെ പാമരനാക്കുന്നതും പാവപ്പെട്ടവനെ പണക്കാരനാക്കുന്നതും എല്ലാം അല്ലാഹു. എന്തിനും ഒരു നിമിഷം മതി ആകെ മാറിമറയാൻ, ആകെ തകിടം മറിയാൻ, ആകെ താളം തെറ്റാൻ. എല്ലാത്തിനും തൻ്റെ ദുഷിച്ച ആ ഒരു തീരുമാനം, അവളെ ഉപേക്ഷിക്കേണ്ട ആ ഒരു നിമിഷത്തെ ആ ഒരു തീരുമാനം, അതിനെ സ്വയം പഴിച്ചുകൊണ്ട് നമ്മുടെ മുനീർ വീട്ടിലേക്ക് കയറി. അവനെ കണ്ടതും നമ്മുടെ റഹീമ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് പോയി വന്നോ? എന്തായി കാര്യങ്ങൾ? എന്നാൽ നമ്മുടെ സുമിയെ കണ്ടതോ അവളുടെ ഹോട്ടലിൽ ജോലിക്ക് അവിടെയാണ് പോയതോ എന്നൊന്നും അപ്പോൾ നമ്മുടെ മുനീർ റഹീമയോട് പറഞ്ഞില്ല. കാരണം ഒരുപക്ഷെ അവളോട് പറഞ്ഞാൽ അവൾ പറയും ചിലപ്പോൾ നമ്മുടെ സുമിയുടെ കമ്പനിയാണ് അല്ലെങ്കിൽ അവളുടെ ഹോട്ടലാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം
അവളെ കാണാൻ വേണ്ടി പോയതാണ്. അവളെ ഇനി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ അവിടെ തന്നെ ജോലി അന്വേഷിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാനും പ്രശ്നങ്ങളുണ്ടാക്കാനും അവൾ മടിക്കില്ല. അവളുടെ ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ അങ്ങനെയൊരു പ്രശ്നമുണ്ടാക്കി ആ ഒരു വിഷമം കൂടി അവൾക്ക് കൊടുക്കേണ്ട എന്ന് കരുതി നമ്മുടെ മുനീർ പറഞ്ഞു, അത് ശരിയാവില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴേക്ക് തന്നെ അവിടെ ജോലിക്കാളായിട്ടുണ്ട്. ഞാൻ എത്താൻ വൈകിപ്പോയി എന്നെല്ലാം പറഞ്ഞ് അവൻ അവളിൽ നിന്നും ഒഴിഞ്ഞു മാറി. അവൾ പറഞ്ഞു, എന്തായാലും ഇനി മറ്റൊരു ജോലി വേഗം കണ്ടുപിടിക്കണം. നമുക്ക് അല്ലാതെ എന്ത് ചെയ്യും? നമ്മുടെ കാര്യങ്ങളൊക്കെ വീട്ടിലും ഇപ്പോൾ എന്തായി അവസ്ഥ എന്നാവോ? അവിടെയും ആരുമില്ല. ഹോസ്പിറ്റലിലല്ലേ എല്ലാവരും. അവിടുത്തെ കാര്യങ്ങൾ എന്തായി എന്നാവോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ ഉമ്മാക്കും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കും ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി ഫോണും എടുത്ത് ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിപ്പോയി.